സ്വാഗതം. സ്ഥാനാർത്ഥികളും മുന്നണികളുമെല്ലാം ഗോദയിലേക്ക് ഇറങ്ങി പോരാട്ടം നടത്തുകയാണ്. നമുക്ക് നോക്കാം. അങ്കത്തട്ട് ആരംഭിക്കുന്നു. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങൾ തെരഞ്ഞെടുപ്പ് വേദിയിൽ എന്തൊക്കെയായിരുന്നു? ആദ്യം നോക്കാം വോട്ട് ചിത്രം. ഈ തെരഞ്ഞെടുപ്പിലെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ചും മറ്റുമാണ് നമ്മൾ ഇന്ന് വളരെ വിശദമായി വിലയിരുത്തുന്നത്. രാജ്യം മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ രാഷ്ട്രീയത്തിലെ സ്ത്രീ പ്രാതിനിധ്യം ചർച്ച ചെയ്യപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കേരളത്തിൽ നിന്ന് എത്ര വനിതകൾ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകളിൽ എത്തിയിട്ടുണ്ടെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ട് ആദ്യം കാണാം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ആനി മസ്ക്രീൻ എന്ന പേരിൽ നിന്ന് തുടങ്ങണം. മണ്ഡലത്തിലെ ആദ്യ എം പി, കേരളത്തിൽ നിന്ന് തന്നെയുള്ള ആദ്യത്തെ വനിതാ എം പി. പിന്നീട് ഇതുവരെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു വനിതാ എം പി ഉണ്ടായിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. 1951 ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിലാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒന്നാം ലോകസഭയിലേക്ക് ആനി മസ്ക്രീൻ എത്തുന്നത്. അന്നത്തെ തെരഞ്ഞെടുപ്പുകളിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 10 വനിതകളിൽ ഒരാളായിരുന്നു അവർ. കാലം ഒരുപാട് മാറി. സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്ത് സജീവമാണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് അർഹമായ സ്ത്രീ പ്രാതിനിധ്യം ഇതുവരെ നൽകിയിട്ടില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന സ്ത്രീകളെ അഹങ്കാരികളായും സ്ത്രീ നേതൃത്വം നൽകിയാൽ അത് ആ പ്രസ്ഥാനത്തെ തന്നെ നശിപ്പിക്കുമെന്ന് കരുതിയിരുന്ന കാലത്താണ് ആനി മസ്ക്രീൻ എന്ന സ്ത്രീ ശബ്ദം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നുകേട്ടത്. ശേഷം എഴുത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച കമലാ സുരയ്യ എന്ന മാധവിക്കുട്ടിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ചരിത്ര താളുകളിലെ ഒരു സ്ത്രീ പ്രാതിനിധ്യമാണ്. പക്ഷേ 1984 ആ തെരഞ്ഞെടുപ്പ് മാധവിക്കുട്ടി എന്ന രാഷ്ട്രീയക്കാരിയുടെ തുടക്കവും ഒടുക്കവും കുറിച്ചു. ജെ വിജയമ്മ. ഒരുപക്ഷെ പലർക്കും ഈ പേരത്ര സുപരിചിതമായിരിക്കില്ല. 1991 CPI സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന എ ചാൾസിനോട് പരാജയപ്പെടുകയായിരുന്നു. ലോകസഭയിലും രാജ്യസഭയിലുമായി 2 എംപിമാരാണ് നിലവിൽ കേരളത്തിനുള്ളത്. രാജ്യം 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്. BJP ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളതിലും LDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിലും 3 പേർ വീതമാണ് സ്ത്രീകൾ. UDF സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രമാണ് സ്ത്രീ. 1951 നിന്ന് 2024 എത്തി നിൽക്കുമ്പോൾ എന്ത് മാറ്റമാണ് രാഷ്ട്രീയത്തിൽ സ്ത്രീ പങ്കാളിത്തത്തിന് സംഭവിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കണം. വനിതാ ബില്ല് നിലവിൽ വന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. സ്ത്രീകളുടെ പാർലമെന്ററി രംഗത്തിന് തടസ്സം നിൽക്കുന്നത് എന്താണ്? വോട്ട് ചെയ്യുന്നവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ സ്ത്രീകൾക്ക് കഴിയില്ലെന്ന ബോധ്യമുണ്ടാക്കിയെടുക്കുന്നത് ആരാണ്? അവർക്ക് മുന്നിൽ കേരളത്തിലെ ചില ഉത്തരങ്ങൾ കൂടിയുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഗൗരിയമ്മയും സുശീല ഗോപാലനും M കമലവും MG പത്മയുമല്ല. ഒരൊറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. രാഷ്ട്രീയത്തിലെ ഈ കണക്കുകൾക്ക് കാരണം നമ്മുടെ നാട്ടിൽ കഴിവുള്ള സ്ത്രീകൾ ഇല്ലാത്തതാണോ, അതോ ആരോ അവളുടെ കഴിവുകൾക്കുമേൽ വിലങ്ങിടുന്നത് കൊണ്ടാണോ? ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്. എന്തായാലും ആ ചോദ്യം സമൂഹത്തിന് മുന്നിലേക്ക് ഇടുകയാണ്, വോട്ടർമാർക്കിടയിലേക്ക് ഇടുകയാണ് സൂര്യഗായത്രി ചെയ്യുന്നത്. എന്തായാലും ആ ചോദ്യത്തിന് ഉത്തരം ഓരോരുത്തരും സ്വയം കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. മറ്റു വാർത്തകൾ നോക്കാം. NDA ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നിഷേധ രാഷ്ട്രീയം നിലപാടായി മാറിയ ഇടത് വലത് മുന്നണികൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു കഴിഞ്ഞെന്ന് കുമ്മനം പറഞ്ഞു. ആറ്റിങ്ങലിൽ V മുരളീധരന്റെ എതിർ സ്ഥാനാർത്ഥികളായ MLA യുടെയും MP യുടെയും ട്രാക്ക് റെക്കോർഡുകൾ
ജനങ്ങൾക്കിടയിൽ വിചാരണ ചെയ്യപ്പെടുമെന്നും കുമ്മനം പറഞ്ഞു. ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു കഴിഞ്ഞ രണ്ട് രാഷ്ട്രീയ മുന്നണികളാണ്. അവർക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും പറയാനില്ല, ജനങ്ങളോടൊന്നും പറയാനില്ല, അവകാശവാദങ്ങളൊന്നും തന്നെ അവർക്കില്ല. പരാജയത്തിൻ്റെയും അവഗണനയുടെയും നിഷിദ്ധ രാഷ്ട്രീയത്തിൻ്റെയും കഴിഞ്ഞകാല ചരിത്രം മാത്രമാണ് അവർക്കുള്ളത്. എതിർപക്ഷത്ത് നിൽക്കുന്നവർ രണ്ടുപേരും ജനപ്രതിനിധികളായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഒരാൾ സിറ്റിംഗ് എം പി ആണ്, മറ്റൊരാൾ MLA യുമാണ്. അവർ രണ്ടുപേരുടെയും പ്രവർത്തനത്തിൽ അവർക്കുണ്ടായ ട്രാക്ക് റെക്കോർഡ് എന്താണ്? അത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാവുകയാണ്. കലാമണ്ഡലം ഗോപിയും അതുപോലെ സുരേഷ് ഗോപിയും ഈ രണ്ട് ഗോപിമാരുമായി ബന്ധപ്പെട്ടൊരു വിവാദം തലപൊക്കുകയുണ്ടായി. ഇപ്പോൾ അതുമായി കൂടുതൽ വിശദീകരണത്തിനെത്തിയിരിക്കുന്നു സുരേഷ് ഗോപി. പത്മശ്രീ അവാർഡിന് സഹായം അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി ബന്ധപ്പെട്ടിരുന്നു എന്ന് സുരേഷ് ഗോപി പറയുകയാണ്. 2015 വരെ അവാർഡ് നിർണയത്തിൽ പല അഴിമതിയും നടന്നിട്ടുണ്ട്. അതിനാൽ ഇടപെടാൻ കഴിയില്ലെന്നും സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശിച്ചിരുന്നു. അദ്ദേഹം തന്നെ എല്ലാം വെളിപ്പെടുത്തിയതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ ബാധ്യതകൾ ഓർത്ത് വീട്ടിലെത്തി കാണില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഗോപി ആശാൻ അതിൻ്റെ മാന്യതയുടെ പാരമ്യതയാണ് പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തത് അങ്ങനെയുമല്ല, പക്ഷെ ആ മറുപടിക്കൊന്നും പ്രസക്തിയില്ല. സാധിക്കില്ല എന്നല്ല പറഞ്ഞത്. അതിന് ചില രീതികളുണ്ട്. അത് 2015 ശേഷം ആ രീതി എന്തൊക്കെ അഴിമതിയാണ് വരുത്തി വെച്ചതെന്ന് മനസ്സിലാക്കി ആ രീതി മാറ്റി ഇപ്പോൾ പുതിയ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു 11 അംഗ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഞാൻ സെൽഫ് അഫിഡവിറ്റാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്ലൈ ചെയ്യാത്ത ആൾക്കാർക്ക് കിട്ടില്ല. എന്നെപ്പോലെ പലരും അവിടെ റെക്കമെൻഡ് ചെയ്യും. ഇതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അത് മറന്നിട്ടുണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബാധ്യത. അത് ഹനിക്കാൻ ഞാൻ തയ്യാറല്ല. ആരുടെയും രാഷ്ട്രീയ ബാധ്യത ഞാൻ ഹനിക്കില്ല. രാജ്യം മുഴുവൻ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെയാണ് എല്ലാ കൈകളും വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ കോൺഗ്രസിന്റെ നയം ഇരട്ടത്താപ്പാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നു. കേസുകളിൽ ഏജൻസികൾ സ്വീകരിക്കുന്നത് ശക്തമായ നടപടിയാണ്. നിയമസഭയിൽ മാസപ്പടി കേസ് അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ ഒത്തുതീർപ്പാക്കാൻ VD സതീശൻ ശ്രമിച്ചു. ഈ കേസിൽ EDയും അതുതന്നെ ചെയ്യണം എന്നാണോ VD സതീശൻ ആവശ്യപ്പെടുന്നതെന്നും BJP അധ്യക്ഷൻ ചോദിക്കുന്നു. ഓരോരോ അഴിമതിക്കാർ കൊടുങ്ങുമ്പോൾ അഴിമതി ചെയ്ത എല്ലാവർക്കും വേവലാതി ഉണ്ടാവും. അഴിമതിക്കാരുടെ സംയുക്തമായിട്ടുള്ള ഒരു കൂട്ടക്കരച്ചിലാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല കേസുകൾ നടക്കുന്നത്. അഴിമതിക്കെതിരെയുള്ള എല്ലാ കേസുകളിലും ശക്തമായ നടപടിയാണ് ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് സതീശനോട് ചോദിക്കാനുള്ളത്, കേരളത്തിൽ വല്ല നടപടിയും വന്നാൽ മാറ്റി പറയോ സതീശ? സംയുക്ത സമരം ചെയ്യുമോ? നാണമെന്ന് ഒരു സാധനം സതീശൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ നിഘണ്ടുവിലില്ല. കോൺഗ്രസ് പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നടത്തുന്ന അഴിമതിക്കെതിരായി അന്വേഷണം വരുമ്പോൾ ആദ്യം ശക്തമായി ബഹളം വയ്ക്കും. നടപടി വരുമ്പോൾ ഒരുമിച്ച് സമരം ചെയ്യും. ഇത് ഇരട്ടത്താപ്പല്ലാതെ പിന്നെ എന്താണ്? BJPക്ക് ഇതിലൊരു ഇരട്ടത്താപ്പുമില്ല. നിയമസഭയിൽ അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ മാസപ്പടി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച ആളാണ് VD സതീശൻ. അതുപോലെ കേന്ദ്ര ഏജൻസികളും അന്വേഷണം ഒത്തുതീർപ്പാക്കണമെന്നാണോ VD സതീശൻ ആവശ്യപ്പെടുന്നത്? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ഇതൊക്കെ കണ്ട് പുതിയ സംഭവവികാസങ്ങളിൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ശശി തരൂർ. തെരഞ്ഞെടുപ്പ് സമയത്ത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ഡോക്ടർ ശശി തരൂർ MP പറയുന്നത്. പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം അറസ്റ്റ് ചെയ്ത നടപടി ശരിയായില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നവർക്കെതിരായ നടപടിയാണ് ഇപ്പോൾ കാണുന്നതെന്നും ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അതിശയപ്പെടുന്ന ഒരു തീരുമാനമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വന്നിട്ട് തന്നെ 6-7 ദിവസമായി. നമ്മളെല്ലാവരും ഇറങ്ങി പ്രചരണം ചെയ്യുന്ന ഒരു സമയമാണ്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയുമാണ്, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനുമാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും അവർ പറയണത് ഈ പാർട്ടിയുടെ കൈയും കാലും കെട്ടിച്ചിട്ടാണ് അവർ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ആ നിയമം, ആ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് എന്താ IT ഡിപ്പാർട്ട്മെന്റും ED ഡിപ്പാർട്ട്മെന്റും ബന്ധപ്പെടില്ലേ? അവർ ഇത്ര കാലം അന്വേഷണം നടത്തുകൊണ്ടിരുന്നു. ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ ഇതുവരെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ അവർ അന്വേഷണത്തിൽ
എന്താ ഇത്ര പെട്ടെന്നൊരു ഏർജൻസി? 2 മാസം കൂടി കാത്തിരുന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അവരാവശ്യമുള്ള നിലപാടെടുത്തൂടെ? കുഞ്ഞാലിക്കുട്ടിക്കും ലീഗിനും ഒക്കെ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികളെ ബലം പ്രയോഗിച്ച് BJP തടയുകയാണ്, ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. പ്രതിപക്ഷ കക്ഷികളെ ബലം പ്രയോഗിച്ച് പിടിച്ചു നിർത്തുക, അതുതന്നെ. ഈ ലോകത്തൊക്കെ ഇതിനെ നേരിടാൻ ഒരു വഴിയേ ഉള്ളൂ. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ സമ്മതിദാന അവകാശം. ജനങ്ങൾ ഇത്തരം നടപടികൾക്ക് എതിരായി അവരുടെ സമ്മതിദാന അവകാശം, വോട്ടവകാശം രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്ര പോപ്പുലറായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, ഡൽഹിക്കാർക്ക് പ്രിയപ്പെട്ട ഒരു മുഖ്യമന്ത്രി, ഒരു പോപ്പുലറായിട്ടുള്ള വ്യക്തി കൊണ്ടുപോകല്ലേ, അവരെ കണ്ണുമുന്നിലൂടെ കൊണ്ടുപോകല്ലേ. അപ്പോൾ സ്വാഭാവികമായി അവർ പ്രതികരിക്കണം. പ്രതികരിച്ചാൽ തീർന്നല്ലോ. പിന്നെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇത്തരം നടപടികൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൽ ഭരിക്കുന്ന കക്ഷി അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ശക്തമായി പ്രതികരിക്കണം. അതുതന്നെയാണ്, അതേ ഇതിനൊരു വഴിയുള്ളൂ. അല്ലെങ്കിൽ രാജ്യത്തെ ജനാധിപത്യം അവസാനിക്കും. സ്ഥാനാർത്ഥികളെല്ലാം പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി അവർ തകർത്ത് മുന്നേറുകയാണ്. സ്ഥാനാർത്ഥികളുടെ പ്രചരണ വിശേഷങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നു. ഈ അങ്കത്തട്ടിൽ ഓരോ ദിവസവും ഓരോ സ്ഥാനാർത്ഥികളെ പിന്നാലെ പോവുകയാണ് നമ്മൾ. ഇതാ ഈ വാഹനത്തിന് പിന്നാലെ. എന്തായാലും പാലക്കാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി സിറ്റിംഗ് എംപിയുമായ VK ശ്രീകണ്ഠന്റെ ഒരു ആത്മവിശ്വാസം നമുക്ക് കാണാം, കേൾക്കാം. ഷാഫി പറമ്പിലും താനും ഒരുമിച്ച് പാർലമെന്റിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഷാഫി പറമ്പിലിനെ അഖിലേന്ത്യാ തലത്തിലേക്ക് AICC പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വടകരയിൽ ഷാഫിയെ മത്സരിക്കാൻ നിയോഗിച്ചതെന്നും അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലമാണ്. എന്തായാലും പാലക്കാട് UDFന്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ ശ്രീകണ്ഠൻ ചേരുന്നു. എങ്ങനെയാണ് താങ്കളുടെ പ്രതീക്ഷകൾ പാലക്കാടിനെ സംബന്ധിച്ച്? 100% വിജയിക്കും. കഴിഞ്ഞ തവണത്തെ വിജയം UDF പാലക്കാട് ഇത്തവണ ആവർത്തിക്കും, ഒരു സംശയമില്ല. മറ്റൊന്ന് BJP പ്രതീക്ഷ വയ്ക്കുന്നു, CPIയും പ്രതീക്ഷ വയ്ക്കുന്നു. അവിടെ സ്വാഭാവികമായും അത് UDFനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരിക്കും. മാത്രമല്ല ചില സർവേ ഫലങ്ങളെങ്കിലും പറയുന്നത് ഇത്തവണ പാലക്കാട് UDFന് നഷ്ടപ്പെടുമെന്നാണ്. LDF പ്രതീക്ഷ വെക്കുന്നു, BJP പ്രതീക്ഷ വെക്കുന്നു, UDF വിശ്വാസം അർപ്പിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് അവർക്കൊക്കെ പ്രതീക്ഷ ഉണ്ടാവണം. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടാവും. സർവേ ഫലങ്ങളൊക്കെ 2019 വന്നത് നിങ്ങൾ കണ്ടതാണ്. അതിനെല്ലാം അപ്രസക്തമായി ജനങ്ങളുടെ ഒരു സർവേ ഉണ്ട്, അത് ജൂൺ 4 വരും. ഈ AV ഗോപിനാഥിനെ പോലുള്ളവർ കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ രൂക്ഷമായി ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. ആലത്തൂരിലടക്കം രമ്യ ഹരിദാസിന് വേണ്ടിയിട്ട് പ്രചരണത്തിന് ഇറങ്ങില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊന്നും ഒരു പ്രശ്നമല്ല. പാലക്കാട് നിയമസഭാ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടി വരുമോ? ഉറപ്പായിട്ടും വേണ്ടി വരും. ഒരു ബൈ ഇലക്ഷൻ ഞങ്ങൾ പ്രതീക്ഷിച്ച് ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുക. ഷാഫി പറമ്പിലിന് പകരം ഒരു സ്ഥാനാർത്ഥിയൊക്കെ കണ്ടെത്തി അഖിലേന്ത്യാ തലത്തിലേക്ക് AICC പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വടകരക്കാർ ഷാഫിയെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് പാലക്കാടുകാർ വിശ്വസിക്കുന്നത്. പാലക്കാട് ഒരു പുതിയ സ്ഥാനാർത്ഥി വരും, UDF വിജയിക്കും ചെയ്യും. ഷാഫി പറമ്പിലും ശ്രീകണ്ഠനും പാർലമെന്റിൽ ഒരുമിച്ചുണ്ടാവും. ഞങ്ങൾ ഇത്രയും നാളും അസംബ്ലിയിൽ ഒരാളും പാർലമെൻറ്റിൽ ഒരാളായിരുന്നു. ഇനി ഞങ്ങൾ രണ്ടുപേരും പാർലമെൻറ്റിൽ ഒരുമിച്ചുണ്ടാവും. എന്തായാലും VK ശ്രീകണ്ഠൻ വലിയ ശുഭപ്രതീക്ഷയിലാണ്. അദ്ദേഹം പറയുന്നത് പാർലമെന്റിൽ തനിക്കൊപ്പം ഇത്തവണ വടകരയിൽ നിന്നും ഷാഫി പറമ്പിലും ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. അടുത്തതെന്താണ് അങ്കത്തട്ടിൽ നോക്കാം. ചരിത്രത്തിന്റെ താളുകളിൽ നിറമങ്ങാതെ കിടക്കുന്ന തെരഞ്ഞെടുപ്പ് സംഭവങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് ഇനിയുള്ളത്. കാണാം ചരിത്ര സ്പന്ദനം. കുറച്ച് പിന്നോട്ട് പോകാം. 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യം കണ്ട ഏറ്റവും വലിയ അട്ടിമറിക്ക് സാക്ഷിയായ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത തട്ടകമായ റായ്ബറേലിയിൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധി പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചത് ഈ തെരഞ്ഞെടുപ്പിലാണ്.
1975 മുതൽ 77 വരെയുള്ള അടിയന്തരാവസ്ഥക്കാലം. അതിനുശേഷം നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റാണ് ആഞ്ഞു വീശിയത്. ആദ്യമായി കോൺഗ്രസിന് അടിപതറിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ രൂപം കൊണ്ട ജനതാ മുന്നണി ജനതാ പാർട്ടിയായി മാറിയാണ് ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. രാജ്യത്താദ്യമായി കോൺഗ്രസ് ശക്തമായ വെല്ലുവിളി നേരിട്ട തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം അറിയാനായിരുന്നു ജനം ആകാംക്ഷയോടെ കാത്തിരുന്നത്. നെഹ്റു കുടുംബത്തിന്റെ തട്ടകത്തിൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധിയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. എതിരാളി ജനതാ പാർട്ടിയുടെ രാജ് നാരായണൻ. വോട്ടെണ്ണൽ അർദ്ധരാത്രി വരെ നീണ്ടു. ഇന്ദിരയ്ക്ക് അടിപതറുമോ എന്നറിയാൻ ആകാംക്ഷയോടെ ജനം കാത്തിരുന്നു. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂർ മുതൽ രാജ് നാരായണനായിരുന്നു മുന്നിൽ. ഒടുവിൽ അർദ്ധരാത്രിയിൽ BBC-യിൽ ആ ഫലപ്രഖ്യാപനം വന്നു. 1971 ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം അലഹബാദ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്ത രാജ് നാരായണനോട് ഇന്ത്യയുടെ ഉരുക്ക് വനിത ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടിരിക്കുന്നു. ഭൂരിപക്ഷം 55,202. രാജനാരായണന് 1,77,719 വോട്ടുകൾ ലഭിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ചത് 1,22,517 വോട്ടുകൾ. ഇന്ദിര മാത്രമല്ല, കോൺഗ്രസിന്റെ മറ്റൊരു കോട്ടയായ അമേഠിയിൽ മകൻ സഞ്ജയ് ഗാന്ധിയും പരാജയം രുചിച്ചു. 295 സീറ്റുകൾ നേടി ജനതാ പാർട്ടി അധികാരം നേടിയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 153 സീറ്റുകളിൽ ഒതുങ്ങി എന്നതും ചരിത്രം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പലർക്കും പല ഓർമ്മകളായിരിക്കും. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഓർത്തെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓർമ്മയിലെ വോട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. വോട്ട് ചിന്തകൾ ഓർത്തെടുക്കുന്നത് ആരാണ് നോക്കാം. നക്സലൈറ്റ്, മനുഷ്യാവകാശ പ്രവർത്തകൻ, ട്രേഡ് യൂണിയൻ നേതാവ്, അങ്ങനെ വിശേഷണങ്ങൾ പലതുണ്ട്. കോഴിക്കോടുകാരൻ ഗ്രോ വാസുവിന് ഇന്നും അവസാനിക്കാത്ത പോരാട്ട ജീവിതത്തിനിടയിൽ കേരള വിഷൻ ന്യൂസിനോട് തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ പങ്കുവച്ചു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കാൻ ഇന്ന് കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നത് അധികം പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഗ്രോ വാസു എന്ന കോഴിക്കോടുകാരുടെ വാസുവേട്ടനാണ്. വാസുവേട്ടാ, എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്, എങ്ങനെ നോക്കിക്കാണുന്നു? തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ട് എനിക്ക് ആദ്യ ഒരു കാഴ്ചപ്പാടുണ്ട്. 1967 അവസാനമായിട്ട് ഞാൻ വോട്ട് ചെയ്യുന്നത്. അന്ന് വോട്ട് ചെയ്തുകൊണ്ട് EMS അധികാരത്തിൽ കയറി. 68 ആദ്യം ഞാൻ രാജിവെച്ചു. തെരഞ്ഞെടുപ്പിനോട് ഉള്ള എൻ്റെ മനോഭാവം അതിലൊരു കാരണമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നുള്ള ബോധം എനിക്ക് 67 ആകുമ്പോഴത്തേക്കും അവസാനിച്ചു കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും പിന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രോഗം എന്താണെന്നും എങ്ങനെ ആണ് മാർക്സിസം ലെനിനിസം ഇന്ത്യയിലേക്ക് പ്രയോഗിക്കേണ്ടത് എന്നതിനകത്ത് അതിനെ സംബന്ധിച്ച പ്രശ്നം ആ സ്ഥലത്തേക്കും കാലത്തേക്കും അനുയോജ്യമായ രീതിയിൽ മാറ്റിത്തീർത്ത് പ്രയോഗിക്കാം. 67 നക്സൽ ബാരിക്ക് ശേഷം മാവോസത്തുങ്ങിൻ്റെ ഈ കാര്യത്തിൽ ഇന്നലെ വരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ പ്രയോഗിച്ച രീതി ശരിയല്ലെന്നും അവർ ശരിയായ രീതിയിൽ ഇന്ത്യൻ സ്ഥലത്തേക്കും കാലത്തേക്കും അനുയോജ്യമായ രീതിയിൽ മാർക്സിസത്തിനെ വ്യാഖ്യാനിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഈ രീതിയിൽ എൻ്റെ ജീവിതാനുഭവങ്ങളും കൂട്ടിച്ചേർത്തിട്ട് മറ്റുള്ളവർ പറയുന്നതും അവരുടെ സിദ്ധാന്തങ്ങളും എല്ലാം പരിശോധിക്കാവുന്ന ചെറിയൊരു അടിത്തറ എനിക്കുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാട് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ഈ ജാതി സമ്പ്രദായത്താൽ കീറിമുറിക്കപ്പെട്ട അധ്വാനിക്കുന്ന വർഗത്തിന് ചൂഷണം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അങ്ങേയറ്റം അടിമകളായി കണക്കാക്കുന്ന രീതിയിലുള്ളൊരു സമ്പ്രദായമാണ് ജാതി സമ്പ്രദായം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴും ചെറുപ്പകാലം തൊട്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് നടന്ന അല്ലെങ്കിൽ ചെങ്കൊടി പിടിച്ചൊരു വാസുവേട്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ആ ആശയങ്ങൾ ഒരു അധികാര രൂപത്തിലേക്ക് എത്തുമ്പോൾ അതായത് EMS തൊട്ട് ഇങ്ങോട്ട് ആരുടെങ്കിലും സ്നേഹവും അല്ലെങ്കിൽ ഒരു ആദരവും ഒക്കെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അവരോട് ഒക്കെ എനിക്ക് അങ്ങേറ്റത്തെ സ്നേഹവും ബഹുമാനമായിരുന്നു. പ്രത്യേകിച്ചും ഏറ്റവും അധികം ഞാൻ സ്നേഹിച്ചത് കൃഷ്ണപിള്ളനെയാണ്. അപ്പം കൃഷ്ണപിള്ളനെ ഞാൻ 1946 കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ല. ഇപ്പോഴും ആ ബഹുമാനം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ EMSനോട് തോന്നിയ ബഹുമാനം ഇപ്പം നിലനിൽക്കുന്നില്ല.
അത് 67 രാജിവെക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടുള്ള ബഹുമാനത്തിൽ വലിയ കുറവ് എനിക്ക് വന്നിട്ടുണ്ട്. അതൊരു സാഹചര്യത്തിൽ ഗ്രോവാസുവാണ് സംസാരിച്ചത്. എത്ര മനോഹരമായി അദ്ദേഹം കാര്യങ്ങൾ ഇപ്പോഴും ഈ പ്രായത്തിലും അദ്ദേഹം ഓർത്തെടുക്കുന്നു എന്നുള്ളത് വളരെ ആവേശത്തോടെ അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് നാടെങ്ങും ആവേശം തിളച്ചുമറിയുമ്പോൾ പ്രധാനമായും ജനങ്ങൾ എന്തു പറയുന്നു, നാട്ടുകാർ എങ്ങനെ പ്രതികരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിനോട് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. നാട്ടുവഴികളിലും നഗരവീഥികളിലും നിറയുന്ന ചർച്ചകളിലേക്കാണ് ഇനി ക്യാമറ തിരിക്കുന്നത്. നാട് പറയട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലേക്ക് പോയാലോ? എന്തായാലും അവർ അധികമുള്ള ഇടമാണ് എറണാകുളം മണ്ഡലം. മത്സ്യ മാർക്കറ്റിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ഏത് തരത്തിലാണ് നോക്കാം. തീരപ്രദേശ മണ്ഡലമായിട്ടുള്ള എറണാകുളത്ത് ഈ മീനില്ലാതെ നമുക്കെന്താ ആഘോഷം? അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു മീൻ മാർക്കറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, അവരുടെ അഭിപ്രായങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? അടിപൊളിയായിരിക്കും. UDF 2020 അടിക്കും കേരളത്തിൽ. ഇന്ത്യ മുന്നണി അധികാരത്തിലേറും കേന്ദ്രത്തിൽ. പിന്നെ 100%. 1,90,000 വോട്ടായിരുന്നെങ്കിൽ ഇത് 2 ലക്ഷം മറികടക്കാൻ ചാൻസ് ഉണ്ട്. IB തമിഴ്നാട്ടിലാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് വെച്ചിട്ടാണ് CPM മത്സരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ രാഹുൽ ഗാന്ധിനെ അംഗീകരിക്കാനും മടി. അതുകൊണ്ടാണ് പറയുന്നത് ഹൈബി ഈഡൻ ഇന്ത്യൻ പാർലമെന്റിൽ 2 ലക്ഷത്തി വോട്ടിൽ ഉപരി ഭൂരിപക്ഷത്തിൽ കയറും. ഇലക്ഷനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. എന്നാലും വോട്ടില്ല, നിരോധിച്ചാൽ ഇല്ല. പ്രതിഷേധം. നമുക്കൊന്നും പറയാനില്ല. കള്ളരാഷ്ട്രീയം എല്ലായിടത്തും കണക്കല്ലേ ജനങ്ങളെ പരിചയിക്കുന്നത്. എനിക്ക് തോന്നുന്നത് BJP ആയിരിക്കും ഓവറോൾ ഇതിൽ വീണ്ടും വരുന്നത്. അമ്മച്ചിക്ക് എന്താ ആവശ്യം? ആര് ജയിച്ചാലും കമ്മ്യൂണിസ്റ്റ് ജയിച്ചാലും കോൺഗ്രസ് ഞങ്ങൾ എപ്പോഴും ഈ പണി തന്നെ എടുക്കണം. വോട്ട് പിന്നെ ചെയ്യില്ല, ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചെയ്യും. കേരളത്തിൽ എന്തായാലും ഇടതുവശം കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. കേന്ദ്രത്തിലേട്ടാ BJP ചാൻസ് ഉണ്ട്. BJP വരണം, നല്ലത് വരും. തെരഞ്ഞെടുപ്പ് എടുത്തിട്ട് എന്ത് ഫലം? അവരുടെ പോക്കറ്റ് ഇതേ നിറയുള്ളു. സാധാരണക്കാരെന്ന് ഇവിടെ ജോലി എടുത്ത് തന്നെ ഈ വേല എടുത്ത് തന്നെ തിന്നണം. ഒരു കച്ചവട മത്സ്യത്തൊഴിലാളികൾ എന്നുള്ള ഒരു പരിഗണന പോലും സർക്കാർ ഞങ്ങൾക്ക് തരുന്നില്ല. മൊത്തത്തില് കോൺഗ്രസ്സുകാർക്ക് ഭൂരിപക്ഷം. കേന്ദ്രത്തിൽ BJP താഴെ പോകൂല, ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിലോ എറണാകുളത്ത് എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പിൽ നമുക്കൊന്നുമില്ല, ഒരു പെൻഷനും ഇല്ല. ഹൈബിയും ഷൈൻ ടീച്ചറും ഒക്കെയാണ് മത്സരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അഭിപ്രായം? ഞാൻ മത്സരത്തിൽ ഇന്ത്യ വോട്ട് ചെയ്യോ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യ വോട്ടായിരിക്കണമെന്ന് നിങ്ങളോടുള്ള അഭിപ്രായം പറയണ്ട. വോട്ട് ചെയ്യേണ്ട കാര്യം മൗനം, അവരവരുടെ മൗന അവകാശമാണത്. അത് പുറത്തറിയിക്കേണ്ട ആവശ്യമില്ല. ലോക്സഭയിൽ ഒരു 7 സീറ്റ് LDF പിടിക്കും. ഒരു കണക്കുകൂട്ടൽ എങ്ങനെ? ഏതൊക്കെ സീറ്റ് ആയിരിക്കും? 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ പിടിക്കും, തിരുവനന്തപുരം പിടിക്കും, പിന്നെ വടകര പിടിക്കും, പാലക്കാട് പിടിക്കും, മാവേലിക്കര. എറണാകുളത്ത് കട്ടക്കട്ടക്ക് വരും. അതുകൊണ്ട് കേന്ദ്രത്തിൽ പറയാൻ പറ്റാതെ BJP ആയിരിക്കുള്ളൂ മിക്കവാറും. എല്ലായിടത്തും ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ വളരെ സജീവമാണ്. ഈ മാർക്കറ്റിൽ പോലും ഈ കച്ചവടത്തിനിടയിലും തെരഞ്ഞെടുപ്പ് വലിയ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. എന്തായാലും കോൺഗ്രസിനാണ് ഇവിടെ കൊച്ചിയിൽ വലിയ മുൻതൂക്കം ഇവർ കൽപ്പിക്കുന്നത്. ക്യാമറാമാൻ ഗോവിന്ദിനൊപ്പം AT അശ്വതി, കേരള വിഷൻ ന്യൂസ്. കൊച്ചിയിലെ കാര്യം, എറണാകുളത്തെ കാര്യമാണ് കേട്ടത്. ഇനി തിരുവനന്തപുരത്തേക്ക് പോയാലോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ഹോൾഡേഴ്സിന് പ്രതീക്ഷ വാങ്ങുകയാണ്. അവർ എപ്പോഴും സമരത്തിൽ തന്നെയാണ്. അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ വോട്ടിംഗ് ബഹിഷ്കരിക്കുമെന്ന നിലപാട് സ്വീകരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ. തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് CPO റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ മുമ്പിലാണ്. ജോലി ഉറപ്പായിട്ടും ജോലി ലഭിക്കാതെ തുടരുന്ന ഇവരുടെ ഒരു തെരഞ്ഞെടുപ്പ് ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾക്കും പറയാനുള്ളത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവരെങ്ങനെയാണ് വീക്ഷിക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാൻ പറ്റും. ഇത്തവണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് നിലപാടിലേക്കാണ് പോകുന്നത്? നമ്മുടെ നിലപാട് എന്താണുള്ളത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് പറയാനുള്ള പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഇന്ന് സമരം തുടങ്ങിയിട്ട് ഇത് 41ാമത്തെ ദിവസമാണ്. ഈ 41 ദിവസങ്ങളായിട്ട് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പിൻബലവുമില്ലാതെ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ഈ സമരം നയിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അനുകൂല നിലപാട് നമുക്കുണ്ടായിട്ടില്ല.
മാത്രമല്ല ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം എന്ന് പറയുന്ന നമ്മുടെ DYFI പോലും നമ്മുടെ ഈ കാര്യത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വയ്യാത്തൊരു വസ്തുത എന്ന് പറയുന്നത്. ഇനി വരുന്ന ഇലക്ഷന് ഇത്രയും ഉദ്യോഗാർത്ഥികൾ, അതായത് 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ ഇവിടെ വോട്ട് ചെയ്യാനുണ്ട്. മാത്രമല്ല 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ കുടുംബങ്ങൾ, അവരുടെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളെ പിന്നിലുണ്ട്. അപ്പോൾ ഇത്രയും പേര് ഇനി വോട്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയായിട്ടാണ് വരുന്നത്. അതായത് അത്രത്തോളം ഈ ജനാധിപത്യം എന്ന് പറയുന്നത് വോട്ട് ചെയ്യൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് തിരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധികളാണ് ഇവിടെ മത്സരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ അതിനുമായിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിനാണ് ജനാധിപത്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ പോലും ഒരു സത്യനീതിയും പാലിക്കപ്പെടാത്തൊരവസ്ഥ, കഴിഞ്ഞ 5 വർഷത്തിന് ഒരു ഫലം കിട്ടാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വോട്ട് ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഇതുവരെയായിട്ടും കണ്ണു തുറക്കാത്ത ഒരു സർക്കാരും ഇവിടെ കിടന്ന് മുട്ടിലെഴേണ്ടി വരുന്ന, അല്ലെങ്കിൽ തല മുട്ടയടിക്കേണ്ടി വരുന്ന കുറെ ഉദ്യോഗാർത്ഥികളും, ഇവിടെ എവിടെയാണ് തുല്യനീതി എന്ന് പറയുന്നത്? അതേപോലെ തന്നെ ഈ വോട്ട് എങ്ങനെ ബഹിഷ്കരിക്കും എന്ന് പറയാൻ നിങ്ങൾ വീട്ടുകാരൊക്കെയും ഇതിൽ ഉൾപ്പെടുവോ, അതോ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ മാത്രമായിരിക്കുമോ? അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മളിത് വേറെ കാട്ടിനകത്തോ വേറെ എങ്ങുമല്ല നമ്മൾ ഈ സമരം നടത്തുന്നത്. അതായത് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന്റെ ഫ്രണ്ടിലാണ്, ഇത്രയും ജനങ്ങളെ മധ്യത്തിലാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. അവരെയും നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ഇവർ ഈ CPO അവർ മാത്രമല്ല ഈ ഒരു സമരത്തിന് നിൽക്കുന്നത്, പലരും പല രംഗത്ത് സമരം ചെയ്യുന്നു. അവരുടെ സ്വരം കേൾക്കേണ്ടതുണ്ട്. സ്ഥാനാർത്ഥികളും മുന്നണികളും പാർട്ടികളും ഒക്കെ സർക്കാർ പ്രത്യേകിച്ചും കേൾക്കേണ്ടതുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ ശബ്ദത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ അങ്കത്തട്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.